സിദ്ധേട്ടാ, നമ്മുടെ ബാലു ലോക്കപ്പിലാ. ആ കമ്മീഷണർ പെട്ടെന്ന് ഹേമയുടെ കല്യാണം തീരുമാനിച്ചു. അതറിഞ്ഞ് ബാലു അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കി. അതിന് അയാൾ അവനെ പിടിച്ച് അകത്തിട്ടത്. ഓഹോ, ഇപ്പൊ ജാമ്യം തരാൻ പറ്റില്ല സർ. ജാമ്യം തരാതിരിക്കാൻ കൊലക്കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ അവൻ. അല്ല സർ, കമ്മീഷണർ അവന് ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. മര്യാദക്ക് ഇറക്കി വിടുന്നതാ നല്ലത്, അല്ലെങ്കിൽ ചവിട്ടി പൊളിക്കും. മേയറുടെ മോനാന്ന് കരുതി എന്തും ചെയ്യാന്നാണോ? ഏത് മേയർ? ഞാൻ സിദ്ധാർത്ഥനാ. എനിക്കിവിടെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുത്തിന്റെ ഒരു ലേബലും വേണ്ട. ഇറക്കി വിട്. അയാൾ അവൾക്ക് വേറെ കല്യാണം തീരുമാനിച്ചവരെ നീ എന്താ എന്നെ അറിയിക്കായിരുന്നത്? ഞാൻ വിവരം അറിഞ്ഞു തന്നെ ഇന്നലെയാ. അത് പറയാൻ വീട്ടിൽ വന്നിരുന്നു. സിദ്ധേട്ടന് അസുഖമായതുകൊണ്ട് കാണാതെ തിരിച്ചു പോകുന്നു. ഹേമയെ വേറിട്ട് കല്യാണം നടത്താൻ അയാളുടെ ശ്രമം. ഇനി അവൾ വേറൊരാളുടേതായാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. നീ വിളിച്ചാൽ അവൾ ഇറങ്ങി വരുമെന്നുള്ള ഉറപ്പാ? എന്നാൽ അവളുടെ കഴുത്തിൽ വേറെ ആരും താലി കെട്ടുകയില്ല. ക്ഷണിക്കാതെ വന്ന ഈ അതിഥികളുടെ ഉദ്ദേശം എന്താണെന്ന് സാറിന് മനസ്സിലായി കാണുമല്ലോ. കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നതിന് മുമ്പ് ഹേമ ഇങ്ങോട്ട് ഇറക്കി വിട്. വരൂ, പുറത്തു പോയി സംസാരിക്കാം. എനിക്കൊന്നും സംസാരിക്കാനില്ല. അവളുടെ കഴുത്തിൽ ഇവൻ തന്നെ താലി കെട്ടണം. പ്ലീസ്, ക്ഷണിച്ചു വരുത്തിയ ആൾക്കാരുടെ മുമ്പിൽ എന്നെ മാനം കെടുത്തരുത്. അത് ശരി, നിങ്ങൾക്ക് മാത്രമല്ലോ ഈ മാനവും മാനക്കടവുമൊക്കെ. ഇവനെ ഇടിച്ച് ലോക്കപ്പിലിട്ടെന്നറിഞ്ഞിട്ടും ഞാനൊരു അല്പമെങ്കിലും മര്യാദ കാണിച്ച നിങ്ങളുടെ പെങ്ങളെ ഒരുത്തി ഓർത്തിട്ടാ. കാരണം എന്നാലും അവൾ ഇവന്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണല്ലേ. മിസ്റ്റർ സിദ്ധാർത്ഥൻ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരി അല്ല കാര്യങ്ങൾ. എന്റെ പെങ്ങൾക്ക് ഇവനുമായി യാതൊരു ബന്ധവുമില്ല. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഇതൊന്നും പോരല്ലേ നിനക്ക്? കാക്കിയുടെ അഹങ്കാരം വേണ്ട. എന്താ ഇവിടെ ഒരു ബേളോ? ആവാ, കാര്യം നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാ. ഇവനും ഹേമയും തമ്മിൽ ഇഷ്ടത്തില. അനാവശ്യം പറയാ, ഇറങ്ങി പോടാ വെളിയില്. അത് ശരി. അല്ല അല്ല നിങ്ങൾ തന്നെ പറ. ഒരുമിച്ചൊരു കോളേജിൽ പഠിക്കുന്നവർ, അതും മെഡിക്കൽ കോളേജിൽ, നാളെ വലിയ ഡോക്ടർമാരാൻ പോണ്ടവരാ. ഇവര് തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറയുന്നത് ഒരു തെറ്റാണോ? അനാവശ്യമാണോ? അല്ല സുഹൃത്തെ, ഹേമ ഇവനും തമ്മിൽ അടുപ്പത്തിലാ. സുഹൃത്തെ, ഞാൻ പറയുന്നത് വിശ്വാസമാവുന്നില്ലെങ്കിൽ നിങ്ങൾ ഹേമയെ വിളിച്ചു വെച്ച് നോക്ക്. ഈ കല്യാണത്തിന് കമ്മീഷണർ നിർബന്ധിച്ച് സമ്മതിപ്പിച്ചതാണെന്ന് അവള് തന്നെ പറയും. എഴുന്നേറ്റ് പോടാ അവിടുന്ന്. ഇവൻ പറയുന്നത് നിങ്ങൾ ആരും വിശ്വസിക്കരുത്. ഇവന് ഭ്രാന്താണ്. വാ മോനെ, നമുക്കിത് ശരിയാവില്ല. എന്തായി കാണിക്കുന്നു? പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. ഞങ്ങൾക്ക് ഈ കല്യാണത്തിൽ താല്പര്യമില്ല. പ്ലീസ്, അയാൾ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കരുത്. അതിലൊരു സത്യമില്ല. നിങ്ങൾ പോകരുത്. ഇനി ഈ കല്യാണം നടത്താൻ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നീ ഇങ്ങോട്ട് വാ മോനെ. മഹേഷ്, നിങ്ങളെങ്കിലും ഞാൻ പറയുന്ന ഒന്ന് കേൾക്കും. ഹേമ ഇനി ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. ഹേമ ഇഷ്ടപ്പെടുന്ന ബാലുമായിട്ടുള്ള വിവാഹം ഞാൻ നടത്തിത്തരും. ഞാൻ ഇഷ്ടപ്പെടുന്ന എന്റെ ബാലുവോ? ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നു ആര് പറഞ്ഞു നിങ്ങളോട്? ഹേമേ, മനസ്സിലെ സ്നേഹം മറച്ചു വെച്ച് സംസാരിക്കരുത്. സ്നേഹോ? നിങ്ങൾക്കറിയോ, എന്റെ മനസ്സിൽ അങ്ങനെ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ അത് നടത്തിത്തരാൻ യാതൊരു മടിയും കാണിക്കില്ല എന്റെ ചേട്ടൻ. പക്ഷേ ഞാനെന്നല്ല, സ്വബോധമുള്ള ഒരു പെൺകുട്ടി ഇഷ്ടപ്പെടില്ല നിങ്ങൾ ഈ പറയുന്ന ബാലുവിനെ. കോളേജിലെ ഏറ്റവും വൃത്തികെട്ട തെമ്മാടിയാണ് അവൻ. പിന്നാലെ നടന്ന് ഒരുപാട് ശല്യം ചെയ്തിട്ടുണ്ട് അവൻ എന്നെ. ഒരു ചെരുപ്പൊരു അടിക്ക പോലും ചെയ്തതാണ് ഞാൻ അവന്റെ മുഖത്ത്. എന്റെ ജീവിതം തകർക്കുമെന്ന് അന്ന് അവൻ വെല്ലുവിളിച്ചിരുന്നു. ഇപ്പോ നിങ്ങൾ എല്ലാവരും കൂടി എന്റെ ജീവിതം തകർത്തു. നീ പറഞ്ഞില്ലേ എന്റെ പെങ്ങളും അവനുമായി പ്രേമത്തിലാണെന്ന്? വിളിക്കടാവനെ. ഇവക്കിഷ്ടമാണെങ്കിൽ ഈ മണ്ഡപത്തിൽ വെച്ച് ഇതേ മുഹൂർത്തത്തിൽ ഈ കല്യാണം ഞാൻ നടത്തും. വിളിക്കവനെ. എവിടെടാവൻ? എന്റെ പെങ്ങളുടെ കല്യാണം മുടക്കി നിന്റെ ഞാൻ നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ.